നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 213 എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യർ ഈ കലിയുഗത്തിൽ ഇത്രയും സ്വഭാവ ദൂഷ്യമുള്ളവരും ഇങ്ങനെയുള്ള അധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണമാണ്. അപ്പോൾ അതിന് ടൈറ്റിൽ ഞാൻ പതുക്കെ നോക്കി എഴുതത്തേ ഉള്ളൂ ടൈറ്റിൽ. അപ്പം ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അധർമ്മത്തിൻ്റെ പുറകെ ആളുകൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം അറിവില്ലായ്മ കൊണ്ടാണോ അതോ അഹങ്കാരം കൊണ്ടാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഉദ്ദേശം. ഒന്നാമതായിട്ട് പറയുന്നത് ഈ മഹാനിർവാണ തന്ത്രം എന്ന് പറഞ്ഞൊരു തന്ത്രമുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ കലിയുഗത്തിൽ കലിയുടെ പ്രേരണയാൽ പുരുഷന്മാർ സ്വഭാവത്തിലുള്ള വ്യത്യാസം വരുത്തുമെന്നാണ് പറയുന്നത്. സത്സ്വഭാവികളായ പോലും അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ തെറ്റായ പ്രവൃത്തികളും അവർ ചെയ്യുമെന്നാണ് പറയുന്നത്. അതും പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ. ശരിയാണല്ലോ, അത് ഏറ്റവും കൂടുതൽ ഇപ്പം നടക്കുന്നതും പുരുഷന്മാരാണല്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഒരിക്കലും തങ്ങളുടെ മാതാപിതാക്കളെ ആ പുരുഷന്മാർ നോക്കത്തില്ലെന്നാണ് പറയുന്നത്. അതും വളരെ ശരിയാണ്. ഒരുപാട് ആളുകളെ എനിക്കറിയാം സ്വന്തം അച്ഛനമ്മയും നോക്കാത്ത, അതായത് വയസ്സായ അവരുടെ മാതാപിതാക്കന്മാരെ ഒരു കാരണവശാലും അവർ നോക്കത്തില്ല. അതും കൂടുതലും പുരുഷന്മാരാണെന്നാണ് പറയുന്നത്. അതും ശരിയാണ്. അതും കലികാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്നാണ് പറയുന്നത്. മൂന്നാമത്, പുരുഷന്മാർ അവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് സ്ത്രീകളുടെ പുറകെ പോവും. വഴിവിട്ട ജീവിതം നയിക്കുന്ന പുരുഷന്മാർ അങ്ങനെ പോകാറുണ്ട്. മാത്രമല്ല കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാകും. ഭാര്യയും ഭർത്താവുമായിട്ട് എപ്പോഴും വഴക്കായിരിക്കും എന്നാണ്. അത് വളരെ ശരിയാണല്ലോ. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഈ കേസുകൾ കുടുംബ കോടതിയിലുള്ളത് ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നാലാമതായിട്ട് സുഹൃത്തുക്കൾ തമ്മിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാവുകയും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പിന്നെ വഴക്കും അടിയും പിടിയും കൊലപാതകം വരെ ഉണ്ടാകും. നമ്മൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. അതെല്ലാം കാരണം എന്ന് വെച്ചാൽ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായതുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നീട് അഞ്ചാമത്, കലിയുഗത്തിൽ ഈ പുരുഷന്മാർക്ക് പൊതുവെ ക്ഷമ കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. ക്ഷമ മാത്രമല്ല, അസൂയയും വളരെ കൂടുതൽ അസൂയുണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയാവുന്ന കാര്യമുണ്ട്. ഞാൻ ഈ നല്ല കാര്യങ്ങളൊക്കെ എൻ്റെ ഈ വീഡിയോയിൽ ഇടത്തുള്ളൂ. നമ്മുടെ അടുത്ത ബന്ധുക്കൾ പോലും പറയുന്നത്, പിന്നെ അവനിപ്പം പറഞ്ഞിട്ട് വേണം നമ്മൾ നന്നാവാൻ. അത്രയ്ക്ക് അസൂയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത ബന്ധുക്കൾ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ കലികാലത്ത് ഇതൊക്കെ സ്വാഭാവികമാണെന്നാണ് പറയുന്നത്. ഭഗവാൻ നേരത്തെ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും പിന്നെ എല്ലാ പുരാണങ്ങളിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആറാമതായിട്ട്, സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ബന്ധം. സ്ത്രീയും പുരുഷനായിട്ടുള്ള ബന്ധം വെറും ശാരീരികമായിട്ടുള്ള ആകർഷണം കൊണ്ട് മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. അതിന് ഏത് മതമായാലും ഏത് ജാതി ആയാലും എങ്ങനെയൊക്കെ ആയാലും ആണും പെണ്ണുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ വളരെ ശരിയില്ലേ. എല്ലാം ലിവിങ് ടുഗദറും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കില്ലേ. അപ്പം അങ്ങനെ ഈ വിവാഹത്തിൻ്റെ ബന്ധത്തിന് ഒരു ഉറപ്പുമില്ലെന്നാണ് പറയുന്നത്. ആ ബന്ധത്തിൻ്റെ ആകർഷണം, അങ്ങോട്ടും ഇങ്ങനെയുള്ള ആകർഷണം മാത്രമേ ഉള്ളൂ ഇപ്പം താൽക്കാലികമായിട്ടുള്ള അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എപ്പോഴാ ആകർഷണം നശിക്കുകയോ അപ്പോഴാ ബന്ധം പിരിയുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ കൂടുതൽ കേസുകളും പുരുഷന്മാരുടെ ഈ ലിവിങ് ടുഗദറൊക്കെ വരുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത് നമ്മൾ പേപ്പറിൽ വായിക്കാറുണ്ട്, പേപ്പറിലും ടി വിയിലൊക്കെ കാണാറുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ ലിവിങ് ടുഗദറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആദ്യത്തെ ഈ പ്രണയം എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ അവർ ആദ്യം അതിനകത്ത് കുടുങ്ങിപ്പോകുന്നതും പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവരവരുടെ കാര്യം നോക്കി പോകുന്നതുമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഈ കുട്ടിയും കുടുംബവും ഒക്കെ ഉള്ള അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇപ്പം കുറഞ്ഞു വരികയാണെന്നാണ് പറയുന്നത്. പിന്നെ ഭാഗവതത്തിൽ പറയുന്നത്, ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് കലിയുഗത്തിൽ ആയുർദൈർഘ്യം പൊതുവെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നമ്മൾ ഓരോ സയൻറ്റിഫിക് സർവേ ഒക്കെ പറയുന്നത് ആയുർദൈർഘ്യം കൂടുതലാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെയാണ്. പക്ഷേ അതിന് ഒരു കാരണം പുരാണത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടികളൊക്കെ ഗർഭത്തിൽ വെച്ച് മരിക്കുകയോ അല്ലെങ്കിൽ അബോർഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾ മരിക്കുന്നതൊന്നും ഈ കണക്കിനകത്ത് വരുന്നില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ആയുർദൈർഘ്യം ഈ കലിയുഗത്തിൽ കുറവായിരിക്കുമെന്നും പറയുന്നുണ്ട്. പിന്നെ വിഷ്ണു പുരാണത്തിൽ പറയുന്നത് 2026 കൽക്കി ഭഗവാൻ, ഇതിപ്പോൾ 2025 അടുത്ത വർഷം വിഷ്ണു ഭഗവാന് കൽക്കിയായിട്ട് ജനിക്കുമെന്നാണ് പറയുന്നത്. കൽക്കിയായിട്ട് ശംഭാല എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുമെന്നാണ് പറയുന്നത്. ശംഭാല അവിടെ കൂടുതലും എനിക്ക് തോന്നുന്നത് സ്ഥലത്തിൻ്റെ പേര് ശംഭാല എന്നാണെങ്കിലും അത് ദൈവികമായിട്ടുള്ള
ദൈവങ്ങളുടെ ഒരു നാടായിട്ടാണ് കാണുന്നത്. അത് ഭൂമിയിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവങ്ങളുടെ ഒരു ജനനം നടക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്കൊന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും പിന്നെ വർഷങ്ങളുണ്ടല്ലോ, കലിയുഗം തീരാൻ ഇനിയും വർഷങ്ങളുണ്ട്. പിന്നെയും പറയുന്നുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർഷങ്ങളുടെ കണക്കിലൊക്കെ വ്യത്യാസം വരാമെന്നും പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പല പിന്നെ കാര്യങ്ങളിലും ഇത് പിന്നെ തർക്ക വിഷയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു പുരാണത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കലിയുഗത്തിൽ ചൊല്ലേണ്ട ഒരേ ഒരു മന്ത്രം, ആ ഒരൊറ്റ മന്ത്രം ഇന്നാന്ന് ഞാൻ പറയാം. 16 വാക്കുകളാണ് ഉള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് എപ്പോൾ വേണേലും ചൊല്ലാം. അത് സ്ത്രീകൾക്കും ഒരു പീരീഡ് ടൈമിൽ ഒന്ന് എപ്പോൾ ചൊല്ലുന്നതിനും യാതൊരു തടസ്സവുമില്ല. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണേലും ചൊല്ലാം. ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ചൊല്ലണം, അത്രയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അതിൻ്റെ ഈ ഹരേ രാമ ഹരേ കൃഷ്ണക്കാരുടെ ആ മന്ത്രം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത്രയേ ഉള്ളൂ. 16 വാക്കുകളായത്. എന്നോട് പറയാം: ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലുന്നത് ഈ കലികാലത്തുള്ള എല്ലാ പ്രശ്നങ്ങളും, നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലല്ല ഈ കലികാലം മുന്നോട്ട് പോകുന്നത്. നമ്മൾ ദിവസവും കാണുന്ന എല്ലാം പ്രശ്നങ്ങളാണല്ലോ. എപ്പോഴും പ്രശ്നങ്ങളുടെ പുറത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിനെ നേരിടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ആ കലികാലത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്കൊരു പ്രശ്നം വരാതിരിക്കാനും നമ്മുടെ കുടുംബവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് പോകാനും ഏറ്റവും നല്ലതാണ് ഈ മന്ത്രം ചൊല്ലുന്നത്. അതിന് ജാതി മത വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ചൊല്ലാം. അത് ഒരു ദിവസം ഒരു തവണയെങ്കിലും ചൊല്ലണം, അത്രേ ഉള്ളൂ. മന്ത്രം ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം: ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അത്രേ ഉള്ളൂ. നന്ദി, നമസ്കാരം.